തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തൃശൂർ ചാലക്കുടിയിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള അതീവമായിട്ടുള്ള ശ്രമം അവിടെ തുടരുകയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ടോ? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് കേൾക്കാം, പറഞ്ഞോളൂ. അതിന് അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചാലക്കുടി നഗരത്തിൽ തന്നെയാണ് വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഊക്കൻസ് പെയിന്റ്സ് എന്ന് പറയുന്ന കടക്കാണ് തീപിടിച്ചത്. വലിയ രീതിയിലുള്ള തീപിടുത്തം ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലുള്ള പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. കട തുറന്നിട്ടില്ല. തുറക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരും കടയിൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചാലക്കുടി പോലീസും ഫയർഫോഴ്സും എത്തി തീയണക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നു വരികയാണ്. ആശങ്ക സൃഷ്ടിക്കുന്നത് ഈ കടയുടെ സമീപത്തായി നിരവധി കടകളുണ്ട്. അതിലേക്ക് തീ പടരുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. അതുകൊണ്ട് പ്രദേശത്തെ പുതുക്കാട് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ, ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൊണ്ട് തീ അണയ്ക്കാവുന്നതല്ല. അത്രയും വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ കടയിലാകെ പെയിന്റ്, അതുപോലെ പെയിന്റിന്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും റെക്സിൻ ഉൾപ്പെടെയുള്ള നിരവധി കത്തിപ്പിടിക്കാവുന്ന, പെട്ടെന്ന് കത്താവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കടയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തീ ഇത്രയും വലിയ രീതിയിൽ ആളിപ്പടരുന്നത്. രണ്ട് നിലകളുള്ള കെട്ടിടമാണ്. എന്തായാലും താഴത്തെ നിലയിൽ നിന്നുള്ള പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ എടുത്തു മാറ്റാനുള്ള ശ്രമം നടത്തി വരികയാണ്. പക്ഷേ വലിയ രീതിയിൽ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി നഗരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൊട്ടടുത്ത നിരവധി കടകളുണ്ട്. സമീപത്തെ കടകളിലേക്ക് തീ പടരുമോ എന്നുള്ള ആശങ്ക കൂട്ടിയുണ്ട്. അത് പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ഫയർഫോഴ്സിൽ നിന്നും യൂണിറ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റോ, 2 യൂണിറ്റോ, 3 യൂണിറ്റോ ഒന്നുകൊണ്ടും ഈ തീ അണയ്ക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്രയും വലിയൊരു തീപിടുത്തമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ആകാശത്തേക്ക് കറുത്ത പുക അങ്ങനെ ഉയരുന്ന ദൃശ്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. അത്രയും വലിയൊരു തീപിടുത്തമാണ്. എന്തായാലും ആളുകൾ, ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം രാവിലെ കട തുറക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തീ പിടിക്കാനുണ്ടായ കാരണം എന്നിപ്പോഴും വ്യക്തമല്ല. അതെല്ലാം ഇനി വിദഗ്ധ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ അറിയൂ. ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യം ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് തീ എങ്ങനെയെങ്കിലും ഏത് വിധേനയും അണയ്ക്കുക എന്ന് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്? ഏറ്റവും ആശ്വാസകരം അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും. കാരണം കട തുറക്കുന്ന സമയമായിട്ടേ ഉള്ളൂ. അതിനു മുൻപാണ് ഇത്തരത്തിൽ പുക മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ ആകാശത്തേക്ക് ഉയരുന്നത് സമീപത്തുള്ള നാട്ടുകാർ കണ്ടത്. ഇതോടെ ഇവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ചാലക്കുടി പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെ കൊണ്ട് മാത്രം ഈ തീ അണയ്ക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സമീപത്തുള്ള ഫയർ സ്റ്റേഷനുകളിലേക്ക് എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. തീ സ്വാഭാവികമായും വെള്ളം അടിച്ചു തന്നെയായിരിക്കണം ഇത്തരത്തിൽ തീ കെടുത്തുക. പക്ഷെ അത് എത്രത്തോളം ഫലവത്താവും എന്ന കാര്യത്തിൽ ആശങ്കകൾ. കാരണം പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ ഉള്ള സാധ്യതയുള്ള പെയിന്റ്, അതുപോലെ തിന്നർ, അതുപോലെ തന്നെ റെക്സിൻ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളാണ് കട മുഴുവനും. അതുകൊണ്ട് തന്നെയാണ് ഈ താഴത്തെ നിലയിൽ നിന്നുള്ള ഈ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റുന്നത്. കാരണം തീ അതിലേക്ക് കൂടി ആളിപ്പടർന്നാൽ പിന്നെ തൊട്ടപ്പുറത്തുള്ള സമീപത്തുള്ള കടകളിലേക്കെല്ലാം തീ വ്യാപകമായി വലിയൊരു തീപിടുത്തത്തിലേക്ക് എത്തും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഒരു ശമനം ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആതിര, മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ? മഴ പെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒന്നുകൂടെ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അവിടെ മഴയുടെ സാഹചര്യമില്ല. കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായ മഴ അവിടെയും ഇല്ല. തൃശ്ശൂർ നഗരത്തിൽ എവിടെയും ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം മഴ നേരത്തെ സൂചിപ്പിച്ച വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്താൽ ഒരുപക്ഷെ അത് തീ കെടുത്തുന്നതിലേക്ക് ഒരു സഹായകരമാകാനുള്ള സാധ്യത. പക്ഷേ ഈ പെയിന്റ് ഉൽപ്പന്നങ്ങൾ വെള്ളം ചെന്നാൽ എത്ര കണ്ട് തീ പെട്ടെന്ന് കെടുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം പെട്ടെന്ന് തീ ആളിപ്പടരുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പെയിന്റും അതുപോലെ റെക്സിനും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളെല്ലാം. തിന്നർ ഉൾപ്പെടെയുള്ളവ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കണം. എന്തൊക്കെ തരം തീപിടിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ് ഉള്ളതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും നിലവിൽ താഴത്തെ നിലയിലുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ കത്തിപ്പിടിക്കാവുന്ന സാധനങ്ങൾ, റെക്സിൻ ഉൾപ്പെടെയുള്ളവ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ നിന്നും മാറ്റുന്നു എന്നാണ് പറയുന്നത്. ശരി അനീഷ്, തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള അതീവ ശ്രമം ഇപ്പോഴും തുടരുകയാണ്.
ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് ജീവനക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ആളപായം ഉണ്ടായിട്ടില്ല. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്.